പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ആണുങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. മൂത്രസഞ്ചിയും മൂത്രക്കുഴലിൻ്റെയും നടുക്ക് വരുന്ന ഈ ഗ്രന്ഥി പല ഏജ് ഗ്രൂപ്പിലും പല അസുഖങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുക. ഞാൻ ഡോക്ടർ വിജയ് രാധാകൃഷ്ണൻ, മാർസ് ലീവ മെഡിസിറ്റി പാലയിലെ സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്. ആണുങ്ങളിൽ മാത്രം കാണുന്ന ഈ ഗ്രന്ഥി, പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥി, ഒരു 30-40 വയസ്സുള്ള ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റൈറ്റിസ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷനാണ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത്. അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു വേദന, മൂത്രം ഒഴിക്കുന്ന ആ ഭാഗത്തും ഒരു വേദന, പുകച്ചിൽ പോലത്തെ ഒരു സെൻസേഷൻ എപ്പോഴും ഉണ്ടാകുക, കൂടെ മൂത്രം ഒഴിക്കുക, അടിവയറിൽ വേദന, സെക്ഷുവൽ ഇജാക്കുലേഷൻ, നമ്മുടെ സെമൻ പോയതിന് ശേഷമുള്ള ഒരു വേദന, ഇങ്ങനത്തെ ഒരു രോഗലക്ഷണങ്ങളായിരിക്കും ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് ഒരു 35-40 ഇയർ ഓൾഡ് ആണുങ്ങളിലാണ് ഇത് കൂടുതലും കാണുന്നത്. അതിന് നമ്മൾ ബേസിക്കായിട്ട് ഒരു യൂറിൻ്റെ ഒരു ടെസ്റ്റും അൾട്രാസൗണ്ട് സ്കാനും അതിൽ പ്രോസ്റ്റേറ്റിലെ സൈസും നമുക്ക് അറിയാൻ പറ്റും. ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മൾ പ്രോസ്റ്റേറ്റ് ക്ലിനിക്കിൽ വെച്ചൊരു യൂറോളജിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടും ഇത് പ്രോസ്റ്റേറ്റൈറ്റിസ് ആണോ. പിന്നെ രോഗലക്ഷണങ്ങളും വെച്ച് നമ്മളിത് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വേണ്ടത് കുറച്ച് നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് ചേഞ്ചസ് ആണ് നമ്മൾ വേണ്ടത്. ഒന്ന്, വെള്ളം അത്യാവശ്യം നല്ലോണം കുടിക്കണം. പിന്നെ നമ്മുടെ ഈ ഓഫീസ് ജോബ് ആണെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റൻ്റ്ലി ഒരേ പൊസിഷനിൽ ഇരിക്കാതെ ഇടയ്ക്ക് ഒരു പെൽവിക് ഫ്ലോർ മസിൽസിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. അതിന് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. മെയിൻലി ഒരു ആൻറ്റിബയോട്ടിക്, കുറച്ച് ലോങ് ടേമിൽ ലോ ഡോസായിട്ട് കുറച്ച് ലോങ് ടേമിൽ ആൻറ്റിബയോട്ടിക്സും പിന്നെ ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഏരിയ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് മരുന്നുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊരു സീരിയസ് അസുഖമല്ല, പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു എപ്പിസോഡ്സ് ഇങ്ങനെ വന്നിട്ട് ആ ഒരു പേഷ്യൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അല്ലാതെ അത് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനേ അല്ല, പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ചുകൂടി പ്രായം കൂടിയ ആൾക്ക് ഒരു 50-60 വയസ്സിലാവുമ്പോഴാണ് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു അസുഖം നമ്മൾ കാണുന്നത്. എല്ലാ ആണുങ്ങളിലും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഈ പ്രോസ്റ്റേറ്റിൽ എൻലാർജ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ അല്ല. ചില ആൾക്കാർക്ക് അത് കുറച്ച് നേരത്തെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സൈസ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ സൈസ് അല്ല അതിൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സൈസ് അല്ല ഇമ്പോർട്ടൻറ്റ്, പക്ഷേ അത് എന്ത് ബുദ്ധിമുട്ടാണ് പേഷ്യൻ്റ് ഉണ്ടാക്കുന്നതാണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട് വരുന്ന രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മൂത്രം പോയി നിന്നാൽ വരാനുള്ള ഒരു താമസം, മൂത്രം കംപ്ലീറ്റ് ഒരുമിച്ച് പോകില്ല, നിന്നിട്ടായിരിക്കും പോകുന്നത്. കംപ്ലീറ്റ് പോകാത്തൊരു സെൻസേഷൻ എപ്പോഴും ആ രോഗിക്ക് ഉണ്ടാകും. മൂത്രം ഇനിയും പോകണം എന്നുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകും. മൂത്രം പോകുമ്പോൾ ഒരു ചെറിയ വേദന, പുകച്ചിൽ, പിന്നെ പല തവണയായിട്ട് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ. നമ്മൾ മൂത്രം ഒഴിക്കാമെന്ന് തോന്നി അതിന് ഒട്ടും പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാത്രി പല തവണ മൂത്രം പോകുന്ന, ഇതൊക്കെയാണ് ടിപ്പിക്കൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട് വരുന്ന രോഗലക്ഷണങ്ങൾ. നമ്മൾ ജസ്റ്റ് ഒരു സ്കാനിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കണ്ടെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ജസ്റ്റ് എൻലാർജ്മെൻറ്റിന് വേണ്ടി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിന് വേണ്ടിയും നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. അതിൽ നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ്, അതിൽ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ യൂഷ്വലി പറയുന്നത് ഒരു 2-2.5 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഒരാൾക്ക് കുടിക്കാൻ നമ്മൾ യൂഷ്വലി പറയുന്നത്. അതൊരു 10-12 ഗ്ലാസ് വരെയാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പോൾ അത് കൂടുതലും നമ്മൾ ഈ പകൽ സമയം കൂടുതലും വെള്ളം കുടിക്കുക. ഒരു ഏജ് കഴിഞ്ഞാൽ തന്നെ ഈ എല്ലാ ആണുങ്ങൾക്കും രാത്രിയായിരിക്കും കൂടുതൽ മൂത്രത്തിൻ്റെ അളവ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ വൈകിട്ട് ശേഷം ഡെഫിനറ്റ്ലി വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ രാത്രി ഈ കൂടെ പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ രാത്രി ഇങ്ങനെ പല തവണ പോകുമ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും. അപ്പോൾ അത് തന്നെ പേഷ്യൻറ്റിന് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പകൽ സമയം കൂടുതൽ വെള്ളം കുടിക്കുക, വൈകിട്ട് ശേഷം വെള്ളം ആവശ്യത്തിനുള്ള മാത്രം കുടിക്കുക. അതിൻ്റെ കൂടെ ഈ കോഫി ആൻഡ് ടീ, കാഫീനുള്ള ഡ്രിങ്ക്സ് അത് ഒഴിവാക്കാൻ നോക്കുക, അത് മിനിമൈസ് ചെയ്യുക, അത് അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കാതെ നോക്കുക.
അത് ഈ പ്രോസ്റ്റേറ്റിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വക കാഫെയിൻ ഉള്ളത് നമുക്ക് മിനിമൈസ് ചെയ്യാനുള്ള ഒരു ചേഞ്ചസും ആവശ്യമുണ്ട്. ഡയറ്റിൽ വലിയ ചേഞ്ചസിൻ്റെ ആവശ്യമില്ല. ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇതിലാണ് ചേഞ്ചസ് ആവശ്യമുള്ളത്. ഇതിൻ്റെ കൂടെ യൂഷ്വലി ഈ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, BP-യുടെ, കൊളസ്ട്രോളിൻ്റെ, ഹാർട്ടിൻ്റെ അസുഖം ഇതിൻ്റെ ഈ ഏജിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ഉണ്ട്. എസ്പെഷ്യലി ഡയബറ്റിക് സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള അറ്റംപ്റ്റ് വേണം. ബിക്കോസ് ഡയബറ്റീസ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ യൂറിൻ്റെ ഇൻഫെക്ഷൻ്റെ ചാൻസും കൂടും. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് സിംറ്റംസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ആണ് എസ്പെഷ്യലി സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് അതിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ഒരു പ്രശ്നം. എസ്പെഷ്യലി ഡയബറ്റിക് ഉള്ളവർക്കാണ് അതിൻ്റെ കൂടുതൽ ചാൻസ്. അതിൻ്റെ കൂടെ മൂത്രത്തിൽ ബ്ലഡിൻ്റെ, രക്തത്തിൻ്റെ അംശം മൂത്രം പോകാനുള്ള ചാൻസ് ഉണ്ട്. മൂത്രത്തിൽ കല്ലുണ്ടാവാൻ, മൂത്രസഞ്ചിക്കകത്ത് കല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൂത്രം കംപ്ലീറ്റ് ബ്ലോക്കായി ഒട്ടും പോകാത്തൊരവസ്ഥ, അതാണ് ഏറ്റവും അതിൻ്റെ എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് ഈ മൂത്രം കംപ്ലീറ്റ് ബ്ലോക്കായി പോകുന്നത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട്. ആ വക കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ പ്രോസ്റ്റേറ്റിനെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഒരു ബ്ലോക്കായിട്ട് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ എമർജൻസിയിൽ നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു കാത്തറ്റർ ഇടുക, ആ യൂറിൻ കംപ്ലീറ്റ് എംപ്റ്റി ചെയ്യുക. എന്നാലേ അത് നമുക്ക് ഇമ്മീഡിയറ്റ് അതിൻ്റെ റിലീഫ് കിട്ടുകയുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ പ്രോസ്റ്റേറ്റിന് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. പല ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. പ്രോസ്റ്റേറ്റ് മെഡിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു കുറച്ച് നാൾ കഴിച്ചാൽ മതിയാവില്ല. നമുക്ക് അപ്പോഴത്തേക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. പക്ഷേ അതിൻ്റെ ലോങ് ടേം എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അതൊരു മിനിമം 6 months to 1 year വരെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ മെഡിസിൻസ് എടുക്കേണ്ടി വരും. യൂഷ്വലി ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് ഒരു റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നുകൾ നിർത്തും. അപ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് സെയിം ആ ബുദ്ധിമുട്ട് തന്നെ തിരിച്ചു വരും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട്. സോ അത് ഒരു 6 months to 1 year വരെ മിനിമം ഈ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം. പ്രായമായുള്ള ആൾക്കാർക്ക് ഇത് ലൈഫ് ടൈം കഴിക്കുന്നതുകൊണ്ടും വേറെ ഒരു കുഴപ്പമില്ല. ഇതിന് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത മെഡിക്കേഷൻസാണ് പ്രോസ്റ്റേറ്റിനുള്ളത്. കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ നമുക്ക് സർജറി എപ്പോഴാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പ്രോസ്റ്റേറ്റിന് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. യൂറിനിൽ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട്, റിപ്പീറ്റഡായിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ട്. യൂറിനിൽ നമുക്ക് മൂത്രസഞ്ചിക്കകത്ത് കല്ല് വന്നാൽ അതൊന്നും നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് യൂറിൻ ബ്ലോക്ക് ആവുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ അത്രയ്ക്കും എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് ആണെങ്കിലാണ് നമ്മൾ സർജിക്കലി അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സർജറി എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വയർ കീറി ഓപ്പറേഷൻ ചെയ്യേണ്ട ഇപ്പോഴത്തെ ആവശ്യം വളരെ കുറവാണ്. നമുക്കെല്ലാം എൻഡോസ്കോപ്പി ആയിട്ട് മൂത്രക്കോലിനകത്തൂടി തന്നെ ഇൻസ്ട്രുമെൻ്റ് ഇട്ടിട്ട് അതിനെ പ്രോസ്റ്റേറ്റിന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റാനുള്ള ഓപ്ഷൻസാണ് ഇപ്പോൾ ഉള്ളത്. ലേസർ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ടെക്നിക്ക് അവൈലബിൾ ആണ്. അത് പേഷ്യൻ്റ് റിക്കവറിയും വളരെ ഫാസ്റ്റാണ്. നമുക്കൊരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ മതിയാവും. ആ യൂറിൻ്റെ ഒരു ട്യൂബ് ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ ആ ഒരു മുറിവ് പ്രോസ്റ്റേറ്റിന് ആ ഒരു ഓപ്പറേഷൻ ചെയ്ത ആ ഭാഗം ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടും. ഫസ്റ്റ് ലൈൻ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. സെക്കൻഡ് ലൈനാണ് നമ്മൾ സർജറി ഓഫർ ചെയ്യുന്നത്. അത് മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊണ്ട് ശരിയാവാത്ത പേഷ്യൻ്റ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ സർജറി ഓഫർ ചെയ്യുന്നത്. സർജറി എന്ന് വെച്ചാൽ എൻഡോസ്കോപ്പി. ഒരു യൂഷ്വൽ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് എന്ന് വെച്ചാൽ അറൗണ്ട് 20-25 grams ആണ് യൂഷ്വലി പ്രോസ്റ്റേറ്റിൻ്റെ സൈസ്. അത് ആണുങ്ങളുടെ എൻലാർജ്മെൻറ്റ് വന്നിട്ട് 50-60 അല്ലെങ്കിൽ ഒരു 80 grams വരെയൊക്കെയാണ് കോമൺലി നമ്മൾ കാണുന്നത്. ചില ആണുങ്ങളിൽ അത് 100-150 gram 200 gram ഒക്കെ വെരി റെയർലി അങ്ങനെ കാണാറുണ്ട്. ആ പേഷ്യൻസിന് മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ ഒരു ചെറിയ ഓപ്പൺ സർജറി ആവശ്യമുള്ളത്. ബാക്കി എല്ലാവർക്കും നമുക്ക് എൻഡോസ്കോപ്പി ആയിട്ട് തന്നെ വലിയ മുറിവൊന്നും ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ ആൾക്കാർ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി വഴി ഈ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബുലൈസേഷനെ പറ്റി ചോദിക്കാറുണ്ട്. പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബുലൈസേഷൻ ഒരു പ്രൂവൻ ട്രീറ്റ്മെൻറ്റ് അല്ല പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിന് വേണ്ടി. നമ്മുടെ യൂറോളജിയിലുള്ള എല്ലാ ഗൈഡ് ലൈൻസും, ഇപ്പോൾ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് ആണെങ്കിലും അമേരിക്കൻ ഗൈഡ് ലൈൻസ് ആണെങ്കിലും ഇന്ത്യൻ
യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ആണ് നോക്കിയാലും ഈ പ്രോസ്റ്ററ്റിക് ആർട്ടറി എംബലൈസേഷൻ ഒരു പ്രൂവൻ ട്രീറ്റ്മെൻ്റ് അല്ല. അത് പ്രോസ്റ്റേറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതിന് 1-2 പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഈ പ്രോസ്റ്ററ്റിക് ആർട്ടറി എംബലൈസേഷൻ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ സപ്പോസ് പ്രോസ്റ്റേറ്റിന് റിപ്പീറ്റഡ് ആയിട്ട് ബ്ലീഡിങ് ചെയ്യുന്നുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബ്ലീഡിങ് ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ പ്രോസ്റ്ററ്റിക് ആർട്ടറി എംബലൈസേഷൻ്റെ യൂസ് വരുന്നത്. ആ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ടാണ് ഈ പ്രോസ്റ്ററ്റിക് ആർട്ടറി എംബലൈസേഷൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയർലി നമ്മൾ അത്രയും വലിയ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വരുമ്പോൾ 150-200 ഗ്രാം പ്രോസ്റ്റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന് നമ്മളൊരു പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ ചെയ്തതിന് ശേഷം സർജറി ചെയ്യുമ്പോൾ അത് സർജറി ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ മാത്രമാണ് പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതൊരു പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലുമല്ല. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും മെഡിക്കേഷനും പിന്നെ അതിൽ കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ സർജറി തന്നെയാണ്, യൂറോളജിസ്റ്റാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. മൂന്നാമതൊരു ടൈപ്പ് ഓഫ് അസുഖം പ്രോസ്റ്റേറ്റിൽ കാണുന്നതാണ് ഈ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ ഉണ്ടാകുന്നത്. അത് കുറച്ചുകൂടി പ്രായമുള്ള ആണുങ്ങളിലായിരിക്കും, ഒരു 60 വയസ്സ് കഴിഞ്ഞാലുള്ള ആണുങ്ങളിലായിരിക്കും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു പർട്ടിക്കുലർ ഒരു റിസ്ക് ഫാക്ടറോ അങ്ങനെ ഇല്ല. അതിൻ്റെ ഏക ഒരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ജനറ്റിക് റിസ്ക് ഫാക്ടർ. നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഫാദറിനോ ബ്രദേഴ്സിനോ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ രോഗിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് ഒരു 1 to 1.5 ടൈംസ് കൂടുതലാണ് മറ്റ് ജനറൽ പോപ്പുലേഷനേക്കാളും. അപ്പോൾ ആ റിസ്ക് ഫാക്ടറുള്ള ആൾക്കാരാണ് ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, PSA എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അത് പ്രോസ്റ്റേറ്റിൽ മാത്രം കാണുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ ഈ PSA എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റാണ് പ്രോസ്റ്റേറ്റിൻ്റെ. ഈ റിസ്ക് ഫാക്ടറുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആൾക്കാർ അവർ ഈ 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു PSA ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രത്യേകമായിട്ട് അതിനായിട്ട് സ്പെസിഫിക് ഒരു രോഗലക്ഷണങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട് കാണുന്ന സിംറ്റംസ് ഒക്കെ തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലും ഉണ്ടാവുന്നത്. ഇറ്റ്സ് ബേസിക്കലി അത് ആ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണ് പേഷ്യൻ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റിന് ഈ യൂറിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്ന ഈ രോഗികളെ യൂറോളജിസ്റ്റ് ഒരു ക്ലിനിക്കിൽ എക്സാമിൻ ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും അതിന് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ആ പ്രോസ്റ്റേറ്റ് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ ഒന്നും. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ഈ PSA എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റും കൂടി ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസറിൻ്റെ നമുക്ക് ഒരു ഡെഫിനറ്റീവ് ഒരു ഐഡിയ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏത് ക്യാൻസറസ് ഗ്രോത്ത് ആണെങ്കിലും അതിൻ്റെ ഡെഫിനറ്റീവ് കൺഫർമേഷൻ ഇത് ബയോപ്സിയിലാണ്. അപ്പോൾ ഇനീഷ്യൽ ഇതിലൊരു മെഡിസിൻസ് കഴിച്ച് നോക്കിയിട്ടും PSA കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോസ്റ്റേറ്റിനകത്തുനിന്ന് മൾട്ടിപ്പിൾ ബയോപ്സീസ് എടുത്ത് നോക്കി അത് പത്തോളജിസ്റ്റ് കൺഫേം ചെയ്യുമ്പോഴാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചായിരിക്കും. അത് ഏത് സ്റ്റേജിലാണ്, പ്രോസ്റ്റേറ്റിനകത്ത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പ്രോസ്റ്റേറ്റിന് പുറത്തേക്കുണ്ടോ, ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ബോൺസിലേക്ക് പോകാനുള്ള, നമ്മുടെ എല്ലിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്. അപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബയോപ്സിയിൽ കൺഫേം ആയാൽ അതിന് കുറച്ച് 1-2 സ്കാനും ഒരു MRI സ്കാനും ബോൺ സ്കാനും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേജ് കൺഫേം ചെയ്യാൻ പറ്റും. ആ സ്റ്റേജിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. നമുക്ക് ഏർലി സ്റ്റേജിലും ഒരു ലെസ് ദാൻ 75 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പുള്ള പേഷ്യൻസിൽ പ്രോസ്റ്റേറ്റിനകത്ത് മാത്രമേ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് എടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ. കംപ്ലീറ്റ് റാഡിക്കൽ പ്രോസ്റ്റേറ്റ് അത് കംപ്ലീറ്റ് അങ്ങ് എടുത്ത് കളയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അത് കംപ്ലീറ്റ് നമുക്ക് കീ ഹോളായിട്ട് ചെയ്യാനുള്ള ടെക്നോളജി അവൈലബിൾ ആണ്. എസ്പെഷ്യലി 3D ലാപ്രോസ്കോപ്പി ഈ പ്രോസ്റ്റേറ്റ് സർജറിക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമുക്കത് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് എവറി 3 months ഒരു PSA ഫോളോ അപ്പ് മാത്രം മതിയാവും. യൂഷ്വലി ഒരു 2 weeks എടുക്കും പേഷ്യൻ്റ് സർജറി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് റിക്കവറായി ട്യൂബൊക്കെ എടുത്ത് യൂറിൻ നല്ല ഫ്രീ ആയിട്ട് പോകാനുള്ള ആ ഒരു 2 weeks ടൈം ഗ്യാപ്പാണ് ഈ സർജറിക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ കൂടെ തന്നെ സർജറിയുടെ ഈക്വൽ ഒരു എഫക്റ്റാണ് റേഡിയോ തെറപ്പി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടി. അത് യൂഷ്വലി മെഡിക്കൽ ഓൺകോളജി അല്ലെങ്കിൽ റേഡിയേഷൻ ഓൺകോളജിസ്റ്റാണ് അത് റേഡിയോ തെറപ്പി പ്രോസ്റ്റേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
അഡ്വാൻസ് സ്റ്റേജ് ഒരു പ്രോസ്റ്റേറ്റിന് ഔട്ട്സൈഡ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പുറത്ത് പോയ അല്ലെങ്കിൽ ഈ ബോൺസിലേക്കുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമുക്ക് മൂന്നാമതൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ ആണുങ്ങളിലെ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് കൂട്ടുന്നത്. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് അതിൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അത് അഡ്വാൻസ് ക്യാൻസറിന് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ളത്. ഡെഫിനറ്റ്ലി അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അതൊരു സ്ലോ ഗ്രോയിങ് ക്യാൻസറാണ്. ആൻഡ് അതിന് നമുക്ക് ഡെഫിനറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോഴത്തെ ടെക്നോളജി വൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഒരു കോമൺ ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാ ഏജ് ഗ്രൂപ്പിലും അത് ആണുങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. പക്ഷേ നമുക്ക് അതിനെല്ലാത്തിനും നല്ല ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഒരു യൂറോളജിസ്റ്റിനെ കാണുന്നതും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പരിശോധനയും കുറച്ച് ടെസ്റ്റും സ്കാനുമാണ് ഇതിന് ആവശ്യമുള്ളത്. ആൻഡ് അക്കോർഡിംഗ്ലി അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.